Good morning, ma'am. Good morning. Good morning. നിങ്ങളുടെ റെക്കോർഡ് എഴുതാനുള്ള ഫോമാറ്റ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. അതുപോലെ പെയർ റെക്കോർഡിൽ എഴുതാം കേട്ടോ. കറക്റ്റായി കിട്ടിയ പ്രോഗ്രാംസ് പെയർ റെക്കോർഡിലേക്ക് എഴുതാം. പ്രോഗ്രാം വേണം, അൽഗോരിതം വേണം, ഫ്ലോ ചാർട്ടും വേണം. ഞാൻ ഫോമാറ്റ് ഇടാം. അതുപോലെ ചെയ്ത് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അമ്മ ഓഡിബിൾ? Okay. Now let us start today's session. Today we will be learning about storage classes. Okay. In C program, there is a term known as storage classes. That is a class in which the variable is defined. You know how to define or how to declare a variable. Okay. Int A, float C, അങ്ങനെ നമുക്ക് വേരിയബിൾസ് ഓരോന്നും ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അത് എവിടെ ഡിക്ലെയർ ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. The behavior of a variable in C differs and it depends on the storage class in which it is defined. അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ സ്റ്റോറേജ് ക്ലാസ് ഏതാന്ന് പറയുന്നത്. ഓക്കെ, ഒരേ വേരിയബിൾ തന്നെ ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ പല ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഒറ്റ വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുള്ളൂ, ഒരേ പേരായിരിക്കും ഉണ്ടാവുള്ളൂ, അത് പല വിധത്തിൽ ഡിക്ലെയർ ചെയ്യാം. അതിനാണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത്. സിയിൽ പ്രധാനമായിട്ട് 4 സ്റ്റോറേജ് ക്ലാസ് ഉള്ള, ഒന്ന് ഓട്ടോമാറ്റിക്, രണ്ടാമത്തെ എക്സ്റ്റേണൽ, മൂന്നാമത്തെ സ്റ്റാറ്റിക്, നാലാമത്തെ രജിസ്റ്റർ. Automatic, external, static and register. These are the storage classes available in C. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് എന്താണെന്ന് അറിയാം. നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത എല്ലാ സ്റ്റോറേജ് ക്ലാസ്സും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിന്റെ കീവേഡ് ഓട്ടോ, ആദ്യത്തെ 4 അക്ഷരം AUTO, അതാണ് ഓട്ടോമാറ്റിക്കിന്റെ കീവേഡ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാം ഓട്ടോമാറ്റിക് കീവേഡ് ആണ്. എങ്കിലും ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി എന്താണ് സ്റ്റോറേജ് ക്ലാസ്സസ്? ഓക്കെ, ഓരോ വേരിയബിളിനും 3 ടൈപ്പ് സാധനങ്ങളുള്ള, ഒന്ന് സ്കോപ്പ്, രണ്ടാമത്തെ ലൈഫ് ടൈം, മൂന്നാമത്തെ വിസിബിലിറ്റി. ഈച്ച് വേരിയബിൾ ഹാസ് സ്കോപ്പ്, ലൈഫ് ടൈം ആൻഡ് വിസിബിലിറ്റി. ഓക്കെ, സ്കോപ്പ്, ലൈഫ് ടൈം ആൻഡ് വിസിബിലിറ്റി. Scope of a variable determines what region of the program a variable is actually available for use, or in other words active. ആ വേരിയബിൾ ആക്റ്റീവ് ആവുന്ന സമയമാണ് സ്കോപ്പ്. നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചു. ഫംഗ്ഷൻസിൽ എങ്ങനെയാ? ഫംഗ്ഷൻസിൽ കയറുമ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, ഫംഗ്ഷൻ കഴിയുമ്പോൾ അത് എക്സിറ്റ് ആവും. ഫംഗ്ഷൻ കയറുമ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, ഫംഗ്ഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും. അപ്പൊ അതിന്റെ ആക്റ്റീവ് എപ്പോഴാണ്? ഫംഗ്ഷൻ എപ്പോഴാണോ അത്ര നേരം മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ഓക്കെ, ഫംഗ്ഷൻ എപ്പോഴൊക്കെ ഉണ്ടോ അത്ര നേരം മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. നിങ്ങളുടെ മൈക്കെല്ലാം മ്യൂട്ട് ചെയ്യുക. അൺലെസ് യു വാണ്ട് ടു ടോക്ക്. സംസാരിക്കുന്നത് ഓൺ ആക്കിക്കോ, അല്ലെങ്കിൽ മൈക്കെല്ലാം മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിളിനും സ്കോപ്പ് ഉണ്ട്, ലൈഫ് ടൈം ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്. സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താ? The scope is defined as a time in which the variable is active. ആ ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണ് സ്കോപ്പ്. രണ്ടാമത്തെ ലൈഫ് ടൈം ആണ്. ലൈഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലായിരിക്കും, പക്ഷെ വേണമെങ്കിൽ വീണ്ടും അത് റീയൂസ് ചെയ്യാം, വീണ്ടും വിളിക്കാം. അതാണ് അതിന്റെ ലൈഫ് ടൈം. Life time or longevity refers to a period during which the variable returns a given value during execution of a program, or in other words, the variable is alive. Okay, it has a direct effect on the utility of a given variable. ഇത് കൊടുത്താൽ മതി. സ്കോപ്പ് എന്ന് വെച്ചാൽ ആക്റ്റീവ് ആയിട്ടുള്ളത്, ലൈഫ് ടൈം വെച്ചാൽ അലൈവ് ആയിട്ടുള്ളത്. വേരിയബിൾ ഇപ്പോഴും അവിടെ ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ ആക്റ്റീവ് അല്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ ആക്റ്റീവ് ആവും. അതാണ് അലൈവിന്റെ അർത്ഥം. ഓക്കെ, മൂന്നാമത് വിസിബിലിറ്റി ആണ്. വിസിബിലിറ്റി റെഫേഴ്സ് ടു ദ ആക്സസിബിലിറ്റി ഓഫ് എ വേരിയബിൾ ഫ്രം മെമ്മറി. അത് അലൈവ് ആയിരിക്കും, പക്ഷെ വിസിബിൾ അല്ല. വിസിബിൾ അല്ലെങ്കിൽ വീണ്ടും പക്ഷെ മെമ്മറിയിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അതിനാണ് വിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു വേരിയബിൾ 3 പാർട്ടാണ്. ഒന്ന് സ്കോപ്പ്, രണ്ടാമത്തെ ലൈഫ് ടൈം, മൂന്നാമത്തെ വിസിബിലിറ്റി. സ്കോപ്പ്, ലൈഫ് ടൈം ആൻഡ് വിസിബിലിറ്റി. ക്ലിയർ? സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ഉള്ള സമയമാണ് സ്കോപ്പ്.
അലൈവ് ആയിട്ടുള്ള സമയമാണ് ലൈഫ് ടൈം. നമ്മൾ ലൈഫ് പറയുന്ന പോലെ നമ്മൾ ലൈഫ് നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നുള്ളതാണ് ലൈഫ്. വേരിയബിൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അതാണ് അതിന്റെ ലൈഫ് ടൈം. പക്ഷെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല, ചിലപ്പോൾ സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കുമായിരിക്കും. ദാറ്റ് ഇസ് നോൺ ആസ്, അതുപോലെ ലൈഫ് ടൈമിൽ പെടും. ആക്റ്റീവ് സമയമാണ് സ്കോപ്പ്. ഓക്കെ, സ്കോപ്പ് മീൻസ് ദ ആക്റ്റീവ് ടൈം ഓഫ് എ വേരിയബിൾ ആൻഡ് ലൈഫ് ടൈം ഇസ് ദ അലൈവ് ടൈം ഓഫ് എ വേരിയബിൾ. വിസിബിലിറ്റി മീൻസ് വെദർ വി ക്യാൻ സീ ദ വേരിയബിൾ ഓർ നോട്ട്. നമുക്ക് കാണാമോ ഇല്ലയോ, നമുക്ക് കാണില്ലായിരിക്കും, പക്ഷെ എങ്കിൽ നമുക്ക് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. We will be able to access the variable from the memory. Okay, the variable can also be broadly classified into internal variable and external variable. Internal means a local variable, external means global variable. Internal variables are those which are declared within a particular function. Main അകത്ത് എഴുതുന്നവ അത് internal variables ആണ്. ഒരു ഫംഗ്ഷന്റെ അകത്ത് എഴുതുന്നവ അത് internal variables ആണ്. ഫംഗ്ഷന്റെ പുറത്ത് നിന്ന് എന്താ പറയാ, എക്സ്റ്റേണൽ വേരിയബിൾസ് എന്ന് പറയും. വേരിയബിൾ ക്യാൻ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഇന്റേണൽ വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഉള്ളിൽ എഴുതുന്നതല്ല ഇന്റേണൽ ആണ്, ഫംഗ്ഷൻ പുറത്ത് എഴുതുന്നതെല്ലാം എക്സ്റ്റേണൽ ആണ്. ഇതാണ് ജനറൽ ഡെഫിനിഷൻ. ഓക്കെ, ജസ്റ്റ് റിക്കവർ ദീസ് തിങ് വൺസ് അഗൈൻ. 4 തരം വേരിയബിൾ ഉള്ള, ഒന്ന് ഓട്ടോമാറ്റിക്, രണ്ടാമത്തെ എക്സ്റ്റേണൽ, മൂന്നാമത്തെ സ്റ്റാറ്റിക്, നാലാമത്തെ രജിസ്റ്റർ. ഓക്കെ, എല്ലാ വേരിയബിളിലും സ്കോപ്പും ലൈഫ് ടൈമും വിസിബിലിറ്റിയും ഉണ്ട്. സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താ, ആക്റ്റീവ് ആയിട്ടുള്ള സമയം. ലൈഫ് ടൈം എന്ന് വെച്ചാൽ അലൈവ് ആയിട്ടുള്ള സമയം. വിസിബിലിറ്റി മീൻസ്, വിസിബിലിറ്റി നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. വിസിബിലിറ്റി വെച്ചാൽ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതാണ് വിസിബിലിറ്റി. ഓക്കെ, ഇനി ജനറൽ ആയിട്ട് ഒരു വേരിയബിൾ ലോക്കൽ അഥവാ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയും. ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷന്റെ അകത്ത് എഴുതിയാൽ ലോക്കലായി, ഫംഗ്ഷന്റെ പുറത്ത് എഴുതിയാൽ എന്താണ് ഗ്ലോബൽ എന്ന് പറയും. ഓക്കെ, now we'll see the first class, that is automatic variable. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എല്ലാം ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. Automatic variables are declared inside a function in which they are to be utilized. They are created when the function is called and destroyed automatically when the function is exited. അതുകൊണ്ട് അതിന് പേര് ഓട്ടോമാറ്റിക് എന്ന് പേരിട്ടേക്കുന്നത്. Automatic variables are private function on which they are declared. Because of this property, this variable is also known as local variable or internal variable. These are just definition. Automatic variables എന്താ, ഫംഗ്ഷന്റെ അകത്ത് എഴുതുന്നവയാണ് ഓട്ടോമാറ്റിക് വേരിയബിൾ. അത് ഫംഗ്ഷനിൽ കയറുമ്പോൾ ക്രിയേറ്റഡ് ആവും, അത് കഴിയുമ്പോൾ അത് ഡിസ്ട്രോയ്ഡ് ആവുകയും ചെയ്യും. Okay, a variable declared inside a function without any storage class specification is an automatic variable. So the default class of a variable എന്താ, ഒരു വേരിയബിൾ ഡിഫോൾട്ട് ക്ലാസ് ആണ് ഓട്ടോമാറ്റിക്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മൾ ചെയ്ത വേരിയബിൾസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അതിന് പ്രത്യേകിച്ച് കീവേഡ് ഒന്നും ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റെഫർ ചെയ്യുക. കീവേഡ് ഇട്ടാലോ, ഓട്ടോ ഇസ് എ കീവേഡ്. ഓക്കെ, the value of an automatic variable cannot be changed accidentally by another function in the program. നമുക്ക് മനഃപൂർവ്വം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, മനഃപൂർവ്വം മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അറിയാതെ ചേഞ്ച് ആവില്ല. ഓക്കെ, therefore we can declare and use the same variable name in different functions without causing confusion to the compiler. ഒരേ പേര് തന്നെ പല ഫംഗ്ഷൻ ഉപയോഗിക്കാം. എന്തുകൊണ്ടെന്നാ, ഓരോന്നും വേറെ വേറെ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. Let's see an example. Look at this one. Okay, then this is a function. ഇത് നമ്മൾ സാധാരണ എഴുതുന്നത് void main int number, void main int number, സെയിം കോഡ്. ഇത് തന്നെ സെയിം ആണ് ഓട്ടോ ഇന്റ് നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ. ദിസ് ഇസ് എ കീവേഡ്. ആക്ച്വലി ഇവിടെ ഓട്ടോ ഇന്റ് നമ്പർ ആണ് എടുത്തേക്കുന്നത്. when we write int number, what happens, it is just auto int. Auto is a default one, ഇത് വേണമെന്നില്ല, ഓപ്ഷണൽ ആണ്. ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോ എന്നാണ് അർത്ഥം. സോ ദീസ് ടു കോഡ് സെഗ്മെന്റ്സ് ആർ സെയിം. ഓട്ടോ എന്ന് എഴുതിയാലും ഇല്ലെങ്കിലും ഒരേ അർത്ഥം തന്നെ. സപ്പോസ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് പ്രൊഡിക്കാൻ നേരത്തെ ഓട്ടോ ഇന്റ് എന്ന് കൊടുത്തിട്ട് എന്ത് വേണം, ഓട്ടോ കാണണ്ട, ഇന്റ് നമ്പർ ഇട്ടിട്ട് എന്താണ് ഔട്ട്പുട്ട് അത് എഴുതിയാൽ മതി. ബിക്കോസ് ഇന്റ് നമ്പർ ആസ് വെൽ ആസ് ഓട്ടോ ഇന്റ് നമ്പർ ആർ സെയിം. ദ എബോവ് ടു കോഡ് സെഗ്മെന്റ്സ് ആർ ദ സെയിം. രണ്ടും ഒന്ന് തന്നെയാണ്. ക്ലിയർ? ഓട്ടോ ഇസ് എ ഡിഫോൾട്ട് വൺ. നമ്മൾ ഓട്ടോ എന്ന് എഴുതിയാലും ഇല്ലെങ്കിലും ഒരേപോലെ എടുക്കുന്നത്. ഓട്ടോ എന്ന് എഴുതിയാലും ഇല്ലെങ്കിലും ഒരേപോലെ എടുക്കുന്നത്. അടുത്തത്, look at the automatic variable int a, void main int a. int യുടെ അർത്ഥം എന്താ, ഓട്ടോ int a എന്നാണ് അർത്ഥം. void add int a. ഇവിടെ എന്താ, എയും ഡിഫറെന്റ് അല്ലേ. here we can write an a, here we write another variable a. These two are, even though they have the same name, they are treated as different variable. നമ്മൾ മെയിൻലി എന്ന് പറയുമ്പോൾ എക്ക് ഒരു മെമ്മറി അലോക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് മെയിൻ കഴിഞ്ഞ് ഇവിടെ തുടങ്ങി എ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുക, ഇവിടെ വരുമ്പോഴാണ് എ ക്രിയേറ്റ് ചെയ്യുന്നത്.
എപ്പോഴാണ് എക്സിറ്റ് ആവുക? ഇവിടെ വരുമ്പോൾ എക്സിറ്റ് ആവും. ഇവിടെ എത്തുമ്പോൾ അത് കളയും. ഈ ഐ ആണെങ്കിലോ ആഡ് വിളിച്ച അപ്പൊ ക്രിയേറ്റ്. ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്തു. ഇത് എപ്പോഴും എക്സിറ്റ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ എന്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യും. ഫംഗ്ഷനിലേക്ക് കയറുമ്പോൾ ക്രിയേറ്റ് ആവും, ഫംഗ്ഷൻ കഴിയുമ്പോൾ എക്സിറ്റ് ആവും. ഇതാണ് ഓട്ടോമാറ്റിക് വേരിയബിൾ ചെയ്യുന്നത്. ഓക്കെ, I look at this program and find out the output. Just find out the output. ഞാൻ വായിക്കാം. void function 1, void function 2, void main, int m1000, function 2, print m in main is this, void function 1, int m, print something, void function, int m, print 3. Just go through the function. ഇതെന്താ? These are global. ഇത് പുറത്തിരിക്കുന്നത്, ഇത് ഫംഗ്ഷൻ അകത്തിരിക്കുന്നത്. ഉള്ളിൽ എഴുതുന്നത് ലോക്കലും പുറത്ത് എഴുതുന്നത് ഗ്ലോബലും. Okay, these are global. These are global functions. If you write a variable here, they are known as global variables. But int x nu എഴുതാണെങ്കിലോ, this is global variable. Okay. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? Shall I trace? ആദ്യമേ നമ്മൾ ഫംഗ്ഷൻ 1 കാണും, 2 കാണും, മെയിനിലെത്തി, ഇന്റ് എം എത്തി, ഫംഗ്ഷൻ 2 വിളിക്കുന്നു. ഇന്റ് എം വരുമ്പോൾ ആദ്യം എന്ത് വരും? നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് എ വേരിയബിൾ നോൺ ആസ് എം. ഇവിടെ എം എന്നൊരു വേരിയബിൾ വീണ്ടും ഇവിടെ എഴുതാം. എം എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? 1000 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇവിടെ ഇതാ നടക്കുന്നത്. ഇനി ഫംഗ്ഷൻ 2 വിളിക്കുന്നു. ഫംഗ്ഷൻ 2 വിളിക്കുമ്പോൾ എങ്ങോട്ടാ കോൾ പോവുക? ഫംഗ്ഷൻ സോറി ഒരു മിനിറ്റ്. ഒരു ലൈൻ കൂടി ഉണ്ട് കേട്ടോ. ഫംഗ്ഷൻ 1 വിളിക്കുന്ന എഴുതിയില്ല ഇത്. ഓക്കെ, ഞാൻ ലൊക്കേറ്റ് നമ്മൾ എം ഉണ്ട്. എം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എം ഡിക്ലെയർ ചെയ്തു. എമ്മിൻ്റെ അകത്ത് എന്താ സ്റ്റോർ ചെയ്യുക? എമ്മിൻ്റെ അകത്ത് 1000 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ 2 വിളിക്കുന്നു. ഫംഗ്ഷൻ 2 വിളിക്കുമ്പോൾ കോൾ എങ്ങോട്ടാ പോവുക? ഫംഗ്ഷൻ 2 വിളിക്കുമ്പോൾ കോൾ ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇനി എന്ത് വേണം? ഉള്ളിലെത്തി, ഇവിടെ ഇന്റ് എം ഈക്വൽ 1000. ദിസ് ഇസ് എ ലോക്കൽ വേരിയബിൾ അല്ലേ? ഫംഗ്ഷൻ പുറത്തല്ല, ഫംഗ്ഷൻ്റെ അകത്താണ്. Make that point clear. This is a local variable. So here m is a local variable. Local variable വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. എമ്മിൻ്റെ അകത്ത് 100 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി ഫംഗ്ഷൻ 1 വിളിച്ചു. ഫംഗ്ഷൻ 1 വിളിക്കുമ്പോൾ എങ്ങോട്ട് പോവാം? ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഫംഗ്ഷൻ 1ലേക്ക് പോകും. ഫംഗ്ഷൻ 1ലേക്ക് വിളിച്ചു. അതിനുള്ളിൽ വേറെ ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ലോക്കൽ വേരിയബിളിന്റെ പേര് എം തന്നെ. സെയിം പേര് ഉപയോഗിച്ചേക്കുന്നത്, മനഃപൂർവ്വം സെയിം പേര് ഉപയോഗിച്ചേക്കുന്നത്. എമ്മിന്റെ വാല്യൂ 10 കൊടുത്തു. എല്ലാ എം തന്നെ പേര്, പക്ഷെ they are all different variables. Okay. Now print of m in function 1 is m. ഇവിടെ എന്താ ആദ്യത്തെ ഔട്ട്പുട്ട്? this is the first output. ഫസ്റ്റ് ഔട്ട്പുട്ട് ഇതാണ്. ഫസ്റ്റ് ഔട്ട്പുട്ട് എന്താ വരിക? m in function 1 is 10. 10 എന്നുള്ള വാല്യൂ ഉത്തരം വരിക. ക്ലിയർ? 10 എന്നുള്ള വാല്യൂ കിട്ടും. ഇത് ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഇത് തീർന്ന് അങ്ങോട്ടാ പോവാ? എവിടെയാണ് വിളിച്ചത് അങ്ങോട്ടേക്കായിരിക്കും പോവാ. ഇവിടെ നമ്മൾ എങ്ങോട്ടെത്താ? നമ്മൾ വിൽ കമ്പാറ്റ് ചെയ്യാം. ഇവിടെ വിളിച്ച് ഇവിടെ തിരിച്ചെത്തും. അടുത്ത ഫംഗ്ഷൻ എന്താ? എം ഇൻ ഫംഗ്ഷൻ 2 ഈസ് എം. ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക? ഇവിടെ നമ്മൾ 10 ആണ് പ്രിന്റ് ചെയ്യുക അല്ലേ? ഇവിടെ വരുമ്പോൾ എന്താ പ്രിന്റ് ചെയ്യുക? ആ വേരിയബിൾ അവിടെ തീർന്നു, ഇവിടെ എത്തി. ഇവിടെ വരുമ്പോൾ വീണ്ടും ഈ ഇവിടുത്തെ വാല്യൂ എന്താണോ അതാണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. 100 പ്രിന്റ് ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞ് എവിടെയാണ് വിളിച്ചേക്കണം? തിരിച്ചിവിടെ എത്തി. ഇവിടെ എമ്മിന്റെ വാല്യൂ എന്താ? ഇവിടെ 1000 പ്രിന്റ് ചെയ്യും. ക്ലിയർ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഇവിടെ ഫംഗ്ഷൻ 1 വിളിക്കുന്നുണ്ട്.
function 1. ഓക്കെ, ആദ്യമേ ഇൻറ്റ് എം, ഇത് ക്ലിയർ ആയിരിക്കുമല്ലോ, എം 1000 എന്ന് എഴുതി. ഐ തിങ്ക് ദാറ്റ് ഈസ് ക്ലിയർ. ഇനി ഫംഗ്ഷൻ 2 വിളിക്കുന്നു. ഫംഗ്ഷൻ 2 വിളിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇവിടേക്ക് എത്തി. ഓക്കെ, ഇവിടെ എത്തിയിട്ട് എന്താ ചെയ്യുന്നത്, ഇവിടെ വീണ്ടും ഒരു എം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എം ഈക്വൽ ടു 100 എന്ന് ക്രിയേറ്റ് ചെയ്തു. ഇനി ഫംഗ്ഷൻ 1 വിളിച്ചു. ഫംഗ്ഷൻ 1 വിളിച്ച് എവിടെ എത്താം, ഇവിടെ എത്താം. ഓക്കെ, ദിസ് ഈസ് ദ സെക്കൻഡ് കോൾ. ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഇവിടെ വീണ്ടും എം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എം ഈക്വൽ ടു 10 ക്രിയേറ്റ് ചെയ്തു. ദീസ് ആർ ഓൾ ലോക്കൽ വേരിയബിൾസ്. ഇനി ആദ്യത്തെ പ്രിന്റ് ഓഫ് എവിടെ വരാം, പ്രിന്റ് ഓഫ് എം ഇൻ ഫംഗ്ഷൻ 1 is %d m. എമ്മിന്റെ വാല്യൂ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക, സോ ഇവിടെ ഔട്ട്പുട്ടിൽ എം ഇൻ ഫംഗ്ഷൻ 1 is 10 പ്രിന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ. ഈ 10 ഇവിടുത്തെ വാല്യൂ എമ്മിന്റെ വാല്യൂ 10 ആണ്, അതുകൊണ്ടാണ് 10 പ്രിന്റ് ചെയ്തു. 10 പ്രിന്റ് ചെയ്തു. ഇനി എന്തുവാണ്, പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി എവിടേക്കാ പോരുക, ഇത് ഈ ഫംഗ്ഷൻ 1 എവിടെയാണ് വിളിച്ചത്, ഫംഗ്ഷൻ 1 എവിടെയാണ് വിളിച്ചേക്കുന്നത്. സോ വിൽ കം ബാക്ക് ഹിയർ. ഇത് എവിടെ വിളിച്ചു, തൊട്ട് കയറുന്ന സ്റ്റേറ്റ്മെന്റ്, അത് എവിടെ എത്താം. ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെന്റ് അസൈൻമെന്റ് അവിടെ എത്തും, തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തി. ആക്ച്വലി ഇതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താം. എക്സ് ഈക്വൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷനിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും, ഈ എം കളഞ്ഞു അല്ലെ, അത് ചെയ്തു കഴിഞ്ഞു, തിരിച്ചെത്തി. ഈ ബ്രാക്കറ്റ് വരുമ്പോൾ എം ക്രിയേറ്റ് ചെയ്ത പോലെ ഡിസ്ട്രോയിഡ് ആവും. ഓക്കെ, ഇനി ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ പ്രിന്റ് ഓഫ് എം ഇൻ ഫംഗ്ഷൻ 2 is എം പ്രിന്റ് ചെയ്തു. അടുത്ത എം എന്താ പറയുക, എം ഇൻ ഫംഗ്ഷൻ 2 ഈസ് ഏതമ്മ പ്രിന്റ് ചെയ്യുക, ഈ എം ഇവിടെ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, ഇത് 100 പ്രിന്റ് ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇവിടെ എത്താണ്, ഈ ബ്രാക്കറ്റ് എത്താണ്, ബ്രാക്കറ്റ് എത്തി തിരിച്ചു പോകണ വഴിക്ക് ഇത് ക്ലിയർ ചെയ്ത് കളയും. ഇനിയിപ്പോൾ അതില്ല, തിരിച്ച് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തും. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ, ഈ സ്റ്റേറ്റ്മെന്റ് ബാക്കിയൊന്നും ചെയ്യാനില്ല. പ്രിന്റ് ഓഫ് എം ഇൻ മെയിൻ ഇസ് എം ഇൻ മെയിൻ ഈസ് എന്താ വരിക, മെയിനിലെ വാല്യൂ 1000 പ്രിന്റ്. ക്ലിയർ. ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് ഓട്ടോമാറ്റിക് വേരിയബിൾ. നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ഏത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എം തുടങ്ങും, ഫംഗ്ഷൻ തീരുമ്പോൾ എം തീരും. ഇതാണ് ഉത്തരം കിട്ടുക, 10,100. അപ്പൊ ഈ എം എവിടെ ക്രിയേറ്റ് ചെയ്യുക, ഈ എം ഇവിടെ ഇതിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ വരുമ്പോൾ ഡിസ്ട്രോയിഡ് ആവും. ഇത് ഈ എം ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ വരുമ്പോൾ ഡിസ്ട്രോയിഡ് ആവും. ഇതിവിടെ ക്രിയേറ്റ് ചെയ്തു, മെയിൻ തീരുമ്പോൾ ഡിസ്ട്രോയിഡ് ആവും. അതിനാണ് ഓട്ടോമാറ്റിക് വേരിയബിൾ. ഫംഗ്ഷനിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യും, ഫംഗ്ഷൻ കഴിയുമ്പോൾ എക്സിറ്റ് ആവും. ദീസ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് നോൺ ആസ് ഓട്ടോമാറ്റിക് വേരിയബിൾസ്. അടുത്ത എക്സ്റ്റേണൽ വേരിയബിൾസ് ആണ്. എക്സ്റ്റേണൽ വേരിയബിൾസ് രണ്ട് വിധമുള്ള, ഒന്ന് ഗ്ലോബൽ ടു ദ പ്രോഗ്രാം ആൻഡ് എക്സ്റ്റേണൽ ടു അതർ പ്രോഗ്രാംസ്. ഓക്കെ, ഫംഗ്ഷന് മുകളിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, they are treated as global to the program. Okay, the keyword is external. External the keyword. External int y means y is available even outside the program. Program പുറത്തും അത് അവൈലബിൾ ആണ്. You can write it like this, external int number. അപ്പൊ ഈ ഇന്റ് നമ്പർ എവിടെ കിട്ടും, നമ്മുടെ ഈ പ്രോഗ്രാമിന് കിട്ടും. ഈ പ്രോഗ്രാമിന് പുറത്ത് കിട്ടും, വേറെ പ്രോഗ്രാം. സപ്പോസ് we have written a program known as prime.c, we have written a program known as fact.c. ഇവിടെ ഒരു നമ്പർ ഡിക്ലെയർ ചെയ്തു, എക്സ്റ്റേണൽ ഡിക്ലെയർ ചെയ്തു. എക്സ്റ്റേണൽ നമ്പർ നമ്മൾ പ്രൈമിന്റെ ഡിക്ലെയർ ചെയ്തു. ഇതേ നമ്പർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. It will be available in factor also. Such type of variables are known as external variables. Okay. Look at this one. This here, ഇതിന്റെ void, ഇതിന്റെ ഔട്ട്പുട്ട് എന്താ നോക്കാം. Okay. Void f1, f2, f3, index, void main, x equal to 10, print of x, ഓരോ x പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ആദ്യമേ f1, f2, f3 ഇതൊക്കെ കമ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് ഡിക്ലെയർ ചെയ്യുന്നത്. ദീസ് ആർ ഓൾ ഗ്ലോബൽ ഫംഗ്ഷൻസ്. എക്സിന്റെ വാല്യൂ 10 ആണ്. അപ്പൊ എന്ത് വേണം, എവിടെ ഡിക്ലെയർ ചെയ്യുന്നത് ഇവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. എക്സ് ഈക്വൽ എക്സ് ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ആദ്യമേ എവിടെ സ്റ്റാർട്ട് ചെയ്യാം, മെയിൻ മുകളിൽ നമ്മൾ എപ്പോഴും പ്രോഗ്രാം തുടങ്ങാം. മെയിനിലെത്തി എക്സിന്റെ വാല്യൂ 10 ആണ്. 10 we are writing 10 here. No local copy is created. ഓക്കെ, കാരണം ഇവിടെയാണ് എന്റെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഗ്ലോബൽ ആയിട്ട് അവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. പ്രിന്റ് ഓഫ് എക്സ് ഈസ് %dx. എന്താ ഔട്ട്പുട്ട് വരിക, നമുക്ക് ഔട്ട്പുട്ട് എഴുതാം, എക്സ് ഈക്വൽ ടു 10. ഇതാണ് ഔട്ട്പുട്ട് കിട്ടുക. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എക്സിക്യൂട്ടഡ്.
അടുത്തതാണ് പ്രിന്റ് എക്സ് ഈക്വൽ ടു F1. എക്സ് ഈക്വൽ ടു F1 എന്ത് പറയുന്നു അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. വി ആർ ഗിവിംഗ് ദ കൺട്രോൾ ടു ഹിയർ. ഇവിടെയാണ് കൺട്രോൾ എത്തുക. ഇവിടെ എന്താ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. ഇവിടെ വേറെ എക്സ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇറ്റ് റെഫറിംഗ് ടു ദ സെയിം എക്സ്. എക്സിന്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്തു. എക്സിന്റെ വാല്യൂ 10 അല്ല 20 ആണ്. സോ അത് കഴിഞ്ഞു. തിരിച്ചു വരുമ്പോൾ എവിടെ വരെ ഇവിടെ വരും. ഇവിടെ നമുക്ക് 20 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എക്സ് ഈക്വൽ ടു F2. എക്സ് ഈക്വൽ ടു F2 ഇവിടെ എത്തി. ഇവിടെ എന്താ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വി ആർ ക്രിയേറ്റിംഗ് എ ലോക്കൽ വേരിയബിൾ എക്സ്. ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 1. ഓക്കെ, റിട്ടേൺ എക്സ്. റിട്ടേൺ ഈ 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. 1 ഇവിടെ തിരിച്ചെത്തുമ്പോൾ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക? വിൽ പ്രിന്റ് 1 ഹിയർ. ഓക്കെ, ഇനി അടുത്ത പ്രിന്റ് ഓഫ് എക്സ് ഈക്വൽ ടു F3. അടുത്ത പ്രിന്റ് ഓഫ് ആണ് എക്സ് ഈക്വൽ ടു വി ആർ കോളിംഗ് F3 എത്തി. F3 എന്താ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. ഇപ്പോൾ ഇവിടെ ലോക്കൽ വേരിയബിൾസ് ഒന്നുമില്ല. വി ആർ റെഫറിംഗ് ടു ദ സെയിം ഗ്ലോബൽ വേരിയബിൾ. ഈ 20 മാറ്റി 30 ആക്കി. സോ വി ആർ പ്രിന്റിംഗ് 30 ഹിയർ. Is the program clear to you? I'll explain once again. Just listen. Okay. This program contains both global variable and local variable. This is global. This is local. Clear? പ്രോഗ്രാമിന് പുറത്തെഴുതി ഫംഗ്ഷന് പുറത്തെഴുതി കഴിഞ്ഞാൽ ഗ്ലോബലായി, ഫംഗ്ഷൻ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ അത് ലോക്കലായി. എക്സ്റ്റേണൽ കീവേഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ പ്രോഗ്രാമിന് മാത്രമല്ല മറ്റു പ്രോഗ്രാമിന് കിട്ടും. അതാണ് വ്യത്യാസം. എക്സ്റ്റേണൽ കീവേഡ് ഇട്ടിട്ടില്ല, അപ്പോൾ ഈ പ്രോഗ്രാമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വി കനോട്ട് ട്രാൻസ്ഫർ ഇസ് കൺട്രോൾ ടു എനിത്തിങ് ഔട്ട്സൈഡ് ദിസ് പ്രോഗ്രാം. ഓക്കെ, now look at here. ഇവിടെ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു. ഇൻഡെക്സ് എവിടേക്ക് ഇൻഡ് എഴുതുന്നു അപ്പോഴേ ഡിക്ലെയർ ചെയ്യുള്ളൂ. എക്സിന് സ്പേസ് ഡിക്ലെയർ ചെയ്യും. It will contain some garbage values. I initialize ചെയ്യുന്നില്ല. So it may contain some garbage values. I am not bothered about that. Void main letti x equal to 10. So we are writing 10 here. Okay. Print of x equal to x. ഇവിടെ എന്താ വരിക? ഇവിടെ 10 പ്രിന്റ് ചെയ്യും. ഇനി എന്താ പ്രിന്റ് ഓഫ് x equal to F1 ആ വിളിക്കുന്നത്. F1 വിളിക്കുമ്പോൾ ഇവിടെ F1 എന്താ ചെയ്യുന്നത്? x equal to x plus. ഈ x ഏതാ? ഈ x is referred to same x here. ഈ x ലേക്ക് റെഫർ ചെയ്യുന്നത്. എക്സിന്റെ വാല്യൂ 10 പ്ലസ് 10 ദാറ്റ് ഈസ് 10 പ്ലസ് 10 20 കിട്ടും. 20 ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി എന്താ വിളിക്കുന്നത്? വി ആർ കോളിംഗ് F2. ദിസ് ഇസ് F2 വിളിക്കുന്നത്. കൺട്രോൾ ഇവിടെ എത്തി. നമ്മളോട് ഇവിടെ എത്തി. ഇവിടെ എന്താണ്? ഇവിടെ വേറെ എക്സ് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത പുതിയ എക്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഫംഗ്ഷൻ എക്സ് യൂസ് ചെയ്ത ദിസ് ഇസ് എക്സ്. ഇതല്ല, ഈ ഫംഗ്ഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ റെഫർ ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു 1 വെച്ച് കഴിഞ്ഞാൽ എവിടെ വരിക? ഈ എക്സ് ആണ് 1 ആക്കുന്നത്. ഓക്കെ, റിട്ടേൺ എക്സ്. ഈ എക്സ് റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്യുന്ന എങ്ങോട്ടേക്ക്? എവിടെ വിളിച്ചോ അവിടേക്ക് റിട്ടേൺ ചെയ്തു. ഇവിടെ റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്യുമ്പോൾ വാല്യൂ എന്താ? ഇവിടെ പ്രിന്റ് ചെയ്യുന്ന വാല്യൂ ഇവിടെ 1 പ്രിന്റ് ചെയ്യും. സോ ഫംഗ്ഷൻ 3 is also over. ഇത് റിട്ടേൺ ചെയ്ത ഉടനെ ഇത് ക്രിയേറ്റ് ഡിസ്ട്രോയ് ചെയ്യും. ഇത് കഴിഞ്ഞു, അതിന്റെ സ്കോപ്പ് കഴിഞ്ഞു. അടുത്ത എന്താ? പ്രിന്റ് ഓഫ് എക്സ് ഈക്വൽ ടു F3ലേക്ക് എത്തി. F3ലേക്ക് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. സെയിം കോഡ് തന്നെയാണ്. ഇതെന്താ നടക്കുന്ന? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. ഇത് ഏത് എക്സിലേക്ക് റെഫർ ചെയ്യുന്നത്? ഇറ്റ് ഇസ് റെഫറിംഗ് ടു സെയിം എക്സ്. ഈ എക്സ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ 20 ആയിരുന്നു, 20 ഒന്നുകൂടി കൂട്ടി 30 ആക്കി. സോ വി ആർ ഗെറ്റിംഗ് 30. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിന്റെ അർത്ഥത്തിലുള്ള നമുക്ക് ഗ്ലോബൽ വേരിയബിൾ വെച്ച് ഫംഗ്ഷന് മുകളിൽ എഴുതി കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വേരിയബിൾ ആയി, ഫംഗ്ഷൻ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ ലോക്കൽ വേരിയബിൾ ആയി. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് എക്സോ വൈയോ റെഫർ ചെയ്യുമ്പോൾ ആദ്യമേ ലോക്കൽ വേരിയബിൾ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അതായിരിക്കും ശ്രദ്ധിക്കുക. അതില്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ റെഫർ ചെയ്യും. ക്ലിയർ? സോ വാട്ട് വി ആർ ലുക്കിംഗ് ഇസ് ഇഫ് യു ഹാവ് എ ലോക്കൽ വേരിയബിൾ, that local variable will be used. If a function is referring to a variable, if the variable is declared as local, that variable will be used. Otherwise, it may refer to the global variable. So we will be referring to the global variable if there is no local variable. Is it clear? Local variable ഉണ്ടെങ്കിൽ അത് ആദ്യം നോക്കുക, അല്ലെങ്കിൽ global variable നോക്കുക. Okay. One more example. This is a definition for external variable. Variables that are alive and active throughout the entire program are known as external variables. Clear അല്ലേ? നമ്മൾ ഇൻറ്റ് നമ്പർ കഴിഞ്ഞ് പ്രോഗ്രാം തീരുന്നവരെ അത് അലൈവ് ആണ്, ആക്റ്റീവ് ആണ്, ആർക്കും വേണ്ടത് യൂസ് ചെയ്യാം. Unlike local variable, global variables can be accessed by any function in the program. Local variables
എഴുതുന്ന ആൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗ്ലോബൽ വേരിയബിൾസ് ആണെങ്കിൽ ഏത് ഫംഗ്ഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, external variables are declared outside the function. By default, its value is initialized to 0. Okay. അടുത്ത് നോക്കാം, int number. This is a global variable. So we are creating number. This is a global variable. Since it's a global variable, the value will be initialized 0. ഞാൻ നേരത്തെ പറയാൻ വിട്ടു. Its value will be initialized to 0. എന്താ ചെയ്യുന്നത്? void function num equal to ഇത് അത് എക്സിക്യൂട്ട് ചെയ്യോ? ഇല്ല. പ്രോഗ്രാം എപ്പോഴും മെയിൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. Whether we write the function in the top or not, it doesn't matter. We'll start only with main. Main മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെ എന്ത് ചെയ്താലും നോക്കൂല, ഇപ്പൊ നോക്കൂല, അത് വിളിക്കുമ്പോഴേ നോക്കുള്ളൂ. void മെയിനിലെത്തി int count equal to 0. ഇതെന്താ? This is a local variable. ലോക്കൽ വേരിയബിൾ ആകുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. count equal to 0. number equal to 8. എവിടെയൊക്കെ നമ്പർ 8 എഴുതുക? ഇവിടെയാണ് എഴുതുക. This refers to the global variable 8. print of number. ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക? ഇവിടെ 8 പ്രിന്റ് ചെയ്യും. ഓക്കെ, ഫംഗ്ഷൻ 1 വിളിച്ചു. ഫംഗ്ഷൻ 1 വിളിക്കുമ്പോൾ കോൾ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ നമ്പർ ഈക്വൽ 10. ഏത് നമ്പറിലാണ് കറക്റ്റ് ചെയ്യുക? ഇവിടെ വേറെ ലോക്കൽസ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇതാണ് 10 ആക്കുക. ഓക്കെ, പ്രിന്റ് ഓഫ് നമ്പർ. ഇവിടെ 10 പ്രിന്റ് ചെയ്യും. ക്ലിയർ? ആദ്യം 8 പ്രിന്റ് ചെയ്തു, പിന്നെ 10 പ്രിന്റ് ചെയ്തു. ഇനി വീണ്ടും പ്രിന്റ് നമ്പർ. തിരിച്ച് നമ്മൾ ഇവിടെ തിരിച്ചെത്തി. ഇനി എന്താ പ്രിന്റ് ചെയ്യുക? പ്രിന്റ് ഓഫ് പെർസെന്റേജ് നമ്പർ. ഇനി ഏത് നമ്പർ പ്രിന്റ് ചെയ്യുക? ദിസ് റെഫർ ടു ദിസ് വേരിയബിൾ. ഓക്കെ, 10 will be printed. ക്ലിയർ? ഔട്ട്പുട്ട് എന്താ പറയുക? 8, 10, 10 എന്ന് ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ? ഈ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കൽ വേരിയബിൾ ആണ്. ഈ നമ്പർ, ദിസ് നമ്പർ റെഫേഴ്സ് ടു ദിസ് വൺ. ഇവിടെ മെയിലുള്ള എല്ലാ നമ്പറും ഇതിലേക്ക് റെഫർ ചെയ്യുക. നമ്പർ എപ്പോഴും ഗ്ലോബൽ ആയിരിക്കും. ഹിയർ നമ്പർ ഈസ് ഗ്ലോബൽ ആൻഡ് കൗണ്ട് ഈസ് ലോക്കൽ. കൗണ്ട് ഇതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് ദിസ് ഇസ് എ ലോക്കൽ വേരിയബിൾ, നമ്പർ ഈസ് എ ഗ്ലോബൽ വേരിയബിൾ. If you use external int, what happens? This will become an external variable. That means the variable will be available outside the function also. ഈ ഫംഗ്ഷൻ മാത്രമല്ല, ഈ പ്രോഗ്രാമിന് മാത്രമല്ല, പുറമേയുള്ള പ്രോഗ്രാമിന് അത് ഉപയോഗിക്കാൻ പറ്റും. അത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് വേരിയബിൾ ഡിഫോൾട്ട് ഇനിഷ്യലൈസ്ഡ് വാല്യൂ വിൽ ബി 0. ഇനിഷ്യലൈസ് 0 ആയിട്ടായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുക. Scope is local to the block in which the variable is defined. So the program നോക്കുമ്പോൾ മനസ്സിലാവും. Here we are declared void main. 3 increment functions ഉണ്ട്. increment എന്താ ചെയ്തേക്കുന്നത്? auto int I, print I equal I plus 1. നമ്മൾ അതിന്റെ വാല്യൂ I equal to I plus 1 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കറക്ഷൻ ഉണ്ട്. auto int I equal to 1, static in I equal to 1. Now we'll see how to work. This is the auto int. Auto int എന്ന് വെച്ച് കഴിഞ്ഞാൽ same as int I. നമ്മൾ ഓട്ടോ കൺസിഡർ ചെയ്യേണ്ട, സാധാരണ ഇന്റ് പോലെയാണ്. പ്രോഗ്രാം എവിടെ വെച്ചാൽ വർക്ക് ചെയ്യുക? മെയിൻ മൂലം വർക്ക് ചെയ്യുക. മെയിനിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യമേ ഇൻക്രിമെന്റ് വിളിക്കുന്നു. ഇൻക്രിമെന്റ് വിളിക്കുമ്പോൾ കൺട്രോൾ ഇവിടെ എത്തി. ഇവിടെ എന്താ? int I equal to 1. ഇവിടെ എന്തോ I എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ വാല്യൂ 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, പ്രിന്റ് ഓഫ് I. ഐയുടെ വാല്യൂ 1. ഐയുടെ വാല്യൂ നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ എഴുതാം. ഐയുടെ വാല്യൂ 1 എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, I equal to I plus 1. ഐയുടെ വാല്യൂ 2 ആണ്. ഇനി എന്ത് വേണം? തിരിച്ചു വന്ന് എവിടെ എത്തണം? ഇവിടെ തിരിച്ചെത്തുമ്പോൾ എന്ത് വേണം? ഈ 1 ഇതങ്ങ് ഡിക്ലെയർ ചെയ്ത് കളഞ്ഞു. ഓക്കെ, വീണ്ടും സെക്കൻഡ് ഇൻക്രിമെന്റ് വിളിച്ചു. സെക്കൻഡ് ഇൻക്രിമെന്റ് വിളിക്കുമ്പോൾ രണ്ടാമത് വീണ്ടും ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ വീണ്ടും I ക്രിയേറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ 1 ഇനിഷ്യലൈസ് ചെയ്തു. പ്രിന്റ് ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു. ഓക്കെ, I equal to I plus 1. ഐയുടെ വാല്യൂ 1 മാറ്റി 2 ആക്കി. തിരിച്ചെവിടെ പോയി? ഇത് കഴിഞ്ഞു. തിരിച്ചിവിടെ പോയി. തിരിച്ചിവിടെ എത്തുമ്പോൾ തിരിച്ച് രണ്ടാമത്തിലേക്ക് എത്തി. അപ്പൊ എന്താണ്? ഇത് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും കളഞ്ഞു. മൂന്നാമത് വീണ്ടും ഇൻക്രിമെന്റ് വിളിച്ചു. ഇവിടെ I വന്നു. ഐയുടെ വാല്യൂ 1 ഇനിഷ്യലൈസ് ചെയ്തു. അത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പ്രിന്റ് ചെയ്തു. ഐയുടെ വാല്യൂ 2 ആക്കി. തിരിച്ചു പോകുമ്പോഴേക്കും എന്ത് വേണം? ഇത് കളഞ്ഞിട്ടാണ് പോണത്. സോ ദിസ് ഇസ് ഔട്ട്പുട്ട്. നമ്മൾ ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇതാണ്. ക്ലിയർ? Now we'll see what will happen when we are declaring a static int. Change the color. ഇവിടെ വ്യത്യാസം ഇവിടെ ഓട്ടോ ഇന്റ് ആണ്, ഇവിടെ സ്റ്റാറ്റിക് ഇന്റ് ആണ്. സ്റ്റാറ്റിക് ഇന്റ് കേസിൽ ഇനിഷ്യലൈസ് the value will be initialized to 0 and it will be initialized only once. ഒറ്റ തവണ ഇനിഷ്യലൈസേഷൻ ഉള്ളൂ, പിന്നെ ഇനിഷ്യലൈസേഷൻ ഇല്ല. ഇതിന്റെ സ്കോപ്പ് എന്ത് വേണം? സ്കോപ്പ് തീരുന്ന വരെ സ്കോപ്പ് ഉണ്ടാവും. ഓക്കെ, void main increment വിളിച്ചു. ഇവിടെ സ്റ്റാറ്റിക് ഇന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ
ഐ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന്റെ ഇനിഷ്യൽ വാല്യൂ ഇനിഷ്യലൈസ് 0 ആണ്, പക്ഷെ നമ്മൾ ഇനിഷ്യൽ വാല്യൂ 1 കൊടുത്തിട്ടുണ്ട്, അപ്പോൾ 1 ഇവിടെ വരും. ഓക്കെ, പ്രിന്റ് ഓഫ് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, 1 നമ്മൾ പ്രിന്റ് ചെയ്യും. ഐ ഈക്വൽ ടു i+1, ഐയുടെ വാല്യൂ 1 ആക്കി 2 ആക്കി. ഓക്കെ, വി ഗോ ബാക്ക് ഇവിടെ എത്തി. ഫസ്റ്റ് ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി. സെക്കൻഡ് കോൾ ആണ്. സെക്കൻഡ് കോൾ വിളിക്കുമ്പോൾ വീണ്ടും തിരിച്ചിവിടെ വന്നു. സ്റ്റാറ്റിക് ഇന്റ് ആണ്. സ്റ്റാറ്റിക് ഇന്റ് ആണെങ്കിൽ വേണമെങ്കിൽ ആ ഇൻറ്റോടെ റിട്ടേൺ ചെയ്യും. വി ആർ നോട്ട് ഡിലീറ്റിംഗ് ഇറ്റ്. അപ്പൊ ആദ്യത്തെ വാല്യൂ ഒരു തവണ i ഈക്വൽ ടു 1 ഇനിഷ്യലൈസ് ചെയ്യുള്ളൂ. സ്റ്റാറ്റിക് ആയതുകൊണ്ട് എന്ത് വേണം, ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് വോണ്ട് ബി ഡിസ്ട്രോയിഡ്. നമ്മൾ ഇവിടെ പോയി വെട്ടി കളഞ്ഞിട്ടാ പോയേക്കണം, ഇവിടെ വെട്ടി കളയില്ല. ഐയുടെ വാല്യൂ 2 ഇവിടെ കിടപ്പുണ്ടാവും. വി വിൽ പ്രിന്റ് ദ വാല്യൂ 2. ഇനി i ഈക്വൽ ടു i+1, ഐയുടെ വാല്യൂ 2 മാറ്റി 3 ആക്കി. തിരിച്ചുപോയി കഴിഞ്ഞു. മൂന്നാമത് വീണ്ടും വരികയാണ്. മൂന്നാമത് വീണ്ടും വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു തവണ എക്സിക്യൂട്ട്, ഇറ്റ് വിൽ ബി എക്സിക്യൂട്ട് ഓൺലി വൺസ്. ഓക്കെ, പ്രിന്റ് ഐയുടെ വാല്യൂ 3 എന്ന് പ്രിന്റ് ചെയ്തു. i ഈക്വൽ ടു i+1, ഐയുടെ വാല്യൂ 4 ആയി. തിരിച്ച് പ്രോഗ്രാമിലേക്ക് തിരിച്ചെത്തി. ഇവിടെ കംപ്ലീറ്റ് ചെയ്തു, പ്രോഗ്രാം കഴിഞ്ഞു. പ്രോഗ്രാം കഴിയുമ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്താ 1 2 3 എന്ന് ഔട്ട്പുട്ട് കിട്ടും. ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് ഇന്റ്. ക്ലിയർ? ഞാൻ വന്നിട്ട് പറയാതെ എന്താണെന്നുള്ളത്. ഓക്കെ, സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക്കിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? ഇറ്റ് വിൽ ബി സ്റ്റേഷനറി. ഒരു തവണ മാത്രമേ ഇനിഷ്യലൈസ് ചെയ്യുള്ളൂ. ഇനിഷ്യലൈസ് ഇസ് ഡൺ ഓൺലി വൺസ്. ഡിഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും. വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ, സപ്പോസ് സ്റ്റാറ്റിക് ഇന്റ് ഐ എന്ന് കൊടുത്തതിന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിരിക്കും. വാല്യൂ കൊടുത്തതിന് വാല്യൂ വിൽ ബി ഇനിഷ്യലൈസ്ഡ്. ഓക്കെ, ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഇത് വേണ്ട, ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. വോയിഡ് മെയിൻ എത്തി, ഫസ്റ്റ് ഇൻക്രിമെന്റ് വിളിച്ചു. ഫസ്റ്റ് ഇൻക്രിമെന്റ് വിളിക്കുമ്പോൾ സ്റ്റാറ്റിക് ഇന്റ് ഐ എന്നിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ i ഈക്വൽ ടു 1 ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, നത്തിങ് ഈസ് ഇനിഷ്യലൈസ്ഡ്. ഇനിഷ്യൽ വാല്യൂ വിൽ ബി 0. ഓക്കെ, പ്രിന്റ് ഓഫ് ഐയിൽ എന്താ വരിക? 0 പ്രിന്റ് ചെയ്യും. കാരണം ഒന്നും കൊടുത്തില്ല. വാല്യൂ എന്താണ്? 0 ആണ്. ഇനി എന്താണ്? i ഈക്വൽ ടു i+1, ഐയുടെ വാല്യൂ 0 + 1 1 ആക്കി. വാല്യൂ 5 ഈക്വൽ ടു 1 എത്തി. ഫസ്റ്റ് കോൾ കഴിഞ്ഞു, സെക്കൻഡ് കോളിലേക്കാണ്. സെക്കൻഡ് കോൾ തന്നെ വിളിക്കുന്നത്. സെക്കൻഡ് കോളിലേക്ക് വീണ്ടും ഇതിനകത്തേക്ക് വരും. ഇത് തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് 1 പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആയി. തിരിച്ചുപോയി എന്നിട്ട് വീണ്ടും കോൾ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ എന്താണ്? ഐയുടെ വാല്യൂ 2 എന്ന് പ്രിന്റ് ചെയ്യും. i ഈക്വൽ ടു 3 ആവും. തിരിച്ചു പോവും. മെയിൻ കഴിയുന്നതോടെ ഇത് ഡിലീറ്റ് ചെയ്താൽ. ഓക്കെ, 0 1 2 എന്ന് വരും. i ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 എന്ന് വരും. 1 2 3 എന്ന് വരും. ഐയുടെ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ 0 1 2. This is what is static variable. Okay. ഇനി ഒരു വേരിയബിൾ കൂടി ഉണ്ട്, that is register variable. Register variables is initialized with the keyword register int x, y ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്. So these variables will be stored inside CPU registers. നിങ്ങൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഓർക്കണ്ടാവും. CPUയുടെ അകത്ത് R1 R0 സിപിയുടെ അകത്ത് R0 R1 R2 R3 അങ്ങനെ കുറച്ച് രജിസ്റ്റേഴ്സ് വരച്ച് ഓർക്കുണ്ടാവും. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഇൻസൈഡ് CPU ഇവിടെയാണ് സ്റ്റോർ ചെയ്യുക. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം മെമ്മറിയിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തത്. all the variables will be stored in memory. Okay, register variables will be stored in CPU registers. That's the difference. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താ? That will be faster than all other variables. നമ്മൾ പഠിച്ച ഓട്ടോമാറ്റിക് വേരിയബിളും സ്റ്റാറ്റിക് വേരിയബിളും എക്സ്റ്റേണൽ വേരിയബിൾസും ഒക്കെ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. ഇന്റേണൽ മെമ്മറി, പ്രൈമറി മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുക. ഇത് CPU രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ അഡ്വാൻറ്റേജ്? ഇറ്റ് വിൽ ബി ഫാസ്റ്റർ വെൻ കമ്പയർഡ് ടു ഓൾ അതർ വേരിയബിൾസ്. പക്ഷേ ഈ രജിസ്റ്റർ വേരിയബിൾസ് എപ്പോഴും കിട്ടുന്ന അവൈലബിലിറ്റി കിട്ടുന്ന യാതൊരു നിർബന്ധമില്ല. ഇതൊക്കെ ഒക്യുപ്പൈഡ് ആണെങ്കിലോ ഇറ്റ് വിൽ നോട്ട് ബി അലോക്കേറ്റഡ്. ഇത് ഫ്രീ അല്ല, ഇത് ഫ്രീ അല്ല, ഇത് ഫ്രീ അല്ല, ഇത് ഫ്രീ അല്ല. ഒരു രജിസ്റ്റർ ഫ്രീ അല്ലെങ്കിൽ കൊടുക്കില്ല. CPU ആണ് തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടിയോ. വി ആർ ഡിമാൻഡിങ് ദാറ്റ് അവർ വേരിയബിൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ CPU registers. But the CPU will decide whether to allocate CPU registers for these variables or not.
there's no guarantee that we will get it, but we are demanding CPU registers. So in general നമ്മൾ പറയുമ്പോൾ എന്താ പറയാ, these register variables will be stored in CPU registers if CPU allows it. CPU permit ആണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യും. ഇതാണ് register variables advantage. Okay, that's enough for today. I'll just summarize this once again. നമ്മൾ 4 തരം വേരിയബിൾസ് ആണ് പഠിച്ചത്. ഓട്ടോമാറ്റിക്, എക്സ്റ്റേണൽ, സ്റ്റാറ്റിക് ആൻഡ് രജിസ്റ്റേഴ്സ്. ഓട്ടോമാറ്റിക്, എക്സ്റ്റേണൽ, സ്റ്റാറ്റിക് ആൻഡ് രജിസ്റ്റേഴ്സ്. ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച എല്ലാ വേരിയബിളും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോ ഇസ് എ ഡിഫോൾട്ട് വൺ. ഇതാണ് ഡിഫോൾട്ട്. ദിസ് ഇസ് എ ഡിഫോൾട്ട് വൺ. എക്സ്റ്റേണലിൽ ഗ്ലോബലും വരാം, എക്സ്റ്റേണലും വരാം. ഗ്ലോബൽ ആകുമ്പോൾ അത് ബിസിനസ് പ്രോഗ്രാമായി കിട്ടുള്ളൂ. എക്സ്റ്റേണൽ ആകുമ്പോൾ മറ്റു പ്രോഗ്രാംസിനും കിട്ടും. ഓക്കെ. സ്റ്റാറ്റിക് ഒരു തവണ ഇനിഷ്യലൈസ് ഓൺലി വൺസ്. ഇനിഷ്യലൈസ് ഓൺലി വൺസ്. ഡിഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും. രജിസ്റ്റർ വേരിയബിൾസ് ആണെങ്കിൽ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ്. ഐ ഗിവ് യു ചാർട്ട് കമ്പയറിംഗ് ഓൾ ദീസ് വേരിയബിൾസ്. ഒരു എക്സൽ ഷീറ്റ് എങ്ങനെ കമ്പയർ ചെയ്യുന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് തരാം. These are the differences. Okay, hope it is clear. You can ask if you have any doubts. Thank you.